ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം മനുഷ്യനെ പലതരത്തിലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഭൂമി കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്തുവിൻ്റെ ജനനം. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭൂമിയിലാവുക, മനുഷ്യനോടൊപ്പമാവുക. ഒരുപാട് മനുഷ്യർ കാലാകാലങ്ങളിൽ കാത്തിരുന്നതാണ്. പ്രവചനസ്വരങ്ങൾ കാതിൽ കേട്ടിട്ട് അത് കാണുവാൻ ആഗ്രഹിച്ച് കഴിഞ്ഞിരുന്ന ജനവിഭാഗത്തെക്കുറിച്ച് വചനം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരെയും അതിശയിപ്പിച്ചുകൊണ്ട് അവൻ്റെ ജനനം ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാകുന്നുവെന്നുള്ളത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നില്ലേ? ഇനി അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഇതാ ആരും ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന രാത്രികാലങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻപറ്റങ്ങളെ സംരക്ഷിക്കുന്ന ഇടയഗണത്തിനാണ് വലിയ ഇടയനെ കാണാൻ, നല്ല ഇടയനെ കാണുവാൻ ആദ്യ അവസരം ലഭിക്കുന്നത് പോലും. പിന്നീട് ആകാശത്തിൽ തെളിയുന്ന നക്ഷത്രം പോലും ഒരു വിസ്മയമായി മാറുകയാണ്. വഴിതെറ്റുവാൻ സാധ്യതയുള്ള വിദൂരങ്ങളിൽ നിന്ന് വരുന്ന ജ്ഞാനികൾക്ക് ഒരു പ്രകാശവും പ്രേരണയും പ്രചോദനവും പോലെ നക്ഷത്രം അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവം തെളിക്കുന്ന വഴികൾ എന്നും വിസ്മയം തന്നെയാണ്. ഇനി അതിലൂടെ സഞ്ചരിക്കുക മാത്രമേ മനുഷ്യർക്ക് നിർവാഹമുള്ളൂ. വഴിതെറ്റാതെ ജീവിക്കണമെങ്കിൽ, കൃത്യമായ വഴികളിൽ എത്തണമെങ്കിൽ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണമെങ്കിൽ, അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ യാത്രയത്ര സുരക്ഷിതമുള്ളതും സന്തോഷപ്രദമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തുമാത്രം ത്യാഗങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യൻ തൻ്റെ ജീവിത പ്രയാണങ്ങൾ തുടരുന്നത്. എന്നാൽ ലക്ഷ്യങ്ങൾ എത്രത്തോളം വലുതാകുന്നുവോ അതിൻ്റെ മുൻപിൽ കാഠിന്യങ്ങൾ പലപ്പോഴും മറന്നു കളയുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാവണം ജ്ഞാനികളെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്. ആകാശത്ത് തെളിയപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏറ്റവും വലിയ പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിൻ്റെ സൂചനയായി രൂപപ്പെടുകയാണ്. അടുത്തുള്ളവർക്ക് മാത്രമല്ല ദൈവം, അകലെയുള്ളവർക്കു കൂടി സമീപസ്ഥനാകുന്നുവെന്നുള്ളത് എത്ര സൂചനയായി നൽകപ്പെടുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്കുള്ള വെളിച്ചമായി അത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി മനുഷ്യൻ തങ്ങൾക്കുള്ള കാഴ്ചയും സമർപ്പണവുമായി ഇനി ആ തിരുമുമ്പിലേക്കൊരു പ്രയാണം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് അവർ വിദൂരങ്ങളിൽ നിന്നും അവരുടെ വിജ്ഞാനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവർ ഏറ്റവും വിവേകമുള്ള വിശുദ്ധമായ മനസ്സോടുകൂടി ആ ദിവ്യസന്നിധിയിലേക്ക് പ്രയാണം നടത്തുന്നത് മുഴുവനും ഒരു വലിയ ജീവിത സമർപ്പണത്തിൻ്റെ കഥ തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ കാണുവാൻ, രക്ഷകനെ ദർശിക്കുവാൻ ആ കണ്ണുകൾക്ക് കിട്ടുന്ന സൗഭാഗ്യത്തിൻ്റെ മുമ്പിൽ അവർ ചൊരിഞ്ഞ കണ്ണുനീരുണ്ട്. അവർ നടന്ന കഠിനതയുടെ വഴികളുണ്ട്. അവർ അനുഭവിച്ച ദുരന്തങ്ങളുണ്ട്. തെറ്റിപ്പോയ വഴികളുണ്ട്. കയറിപ്പോകേണ്ട ആവശ്യമില്ലാത്ത ഇടങ്ങളുണ്ട്. നഷ്ടപ്പെടുത്തിയ പാദങ്ങളും നഷ്ടപ്പെടുത്തിയ പ്രയാണങ്ങളുമൊക്കെയുണ്ട്. എന്നാലും ഒന്ന് തിരികെ വരുവാനും വീണ്ടും പ്രകാശത്തിലേക്ക് മടങ്ങി വരുവാനുമൊക്കെ മനുഷ്യർക്ക് സാധിക്കുന്നിടത്തേക്കാണ് ദൈവം കൃത്യമായവർക്കുള്ള വഴിയും വെളിച്ചവും രൂപപ്പെടുത്തുന്നത്. മനുഷ്യർക്ക് ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, തെറ്റുകൾ സംഭവിക്കാം, വഴി പിഴച്ചു പോയേക്കാം. പക്ഷേ അങ്ങനെ തന്നെ ജീവിക്കണമെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. തിരികെ വരുവാനും തിരികെ പാതകൾ കണ്ടുപിടിക്കുവാനും നമുക്കായി ദൈവം തെളിക്കുന്ന നക്ഷത്രങ്ങളെയും പ്രകാശത്തെയും ഒക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ആകാശത്തിലേക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് കണ്ണുയർത്തി തലയ്ക്ക് മുകളിൽ തമ്പുരാനുണ്ടെന്ന് തിരിച്ചറിയുവാനുമൊക്കെ സാധിക്കുന്നതല്ലേ നമ്മുടെ നന്മ. അങ്ങനെയുള്ളൊരു പ്രയാണങ്ങളൊക്കെ എന്തുമാത്രം പ്രകാശമുള്ളവരായി രൂപപ്പെടുന്നുണ്ട്. അവരിടയ്ക്കെങ്കിലുമൊക്കെ തെറ്റിപ്പോകുന്ന മനുഷ്യരായി രൂപപ്പെടുന്നുണ്ട്. എന്നിട്ടും തിരികെ വരുവാനുള്ള മനസ്സ്. നമുക്ക് കിട്ടുന്ന വലിയ സന്ദേശം അതുതന്നെയാണ്. സംഭവിക്കാവുന്ന അപാകതകളെക്കുറിച്ചല്ല, ഇനി തിരികെ പിടിക്കേണ്ട ജീവിതത്തെക്കുറിച്ചാണ്. ആ തിരുമുമ്പിൽ എത്തപ്പെടുമ്പോൾ പിന്നെ ജീവിത സമർപ്പണം നാം നടത്തിയേ മതിയാവുകയുള്ളൂ. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ നടന്നു വന്ന വഴിയും കടന്നു വന്ന വഴികളിലൂടെ ഒന്നും ആവാതിരിക്കട്ടെ. ഒരു പുതിയ പ്രയാണങ്ങളുണ്ടാവട്ടെ. ക്രിസ്തുവിനെ കണ്ട കണ്ണുകൊണ്ട്, ക്രിസ്തുവിന് സമർപ്പിച്ച ജീവിതം കൊണ്ട് ഇനി മറ്റൊന്നിലേക്കും വഴുതി പോകാതിരിക്കുവാൻ പുതിയ വഴികളും പുതിയ പ്രയാണങ്ങളും ഉണ്ടാവട്ടെ എന്നുകൂടി ഈ രാജാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അകലെ നിന്നും അടുത്തു നിന്നുമൊക്കെ മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്നും അവസാനിക്കുന്നില്ല. സമർപ്പണത്തിൻ്റെ മനുഷ്യനായി ആ ജീവിതങ്ങളിലേക്ക് നമുക്കും ഒന്ന് നടന്നെടുക്കാം. ക്ലേശങ്ങളുടെ നടുവിലാവാം, വ്യസനങ്ങളുടെ ഇടയിലാവാം, പ്രശ്നങ്ങൾക്ക് ചുറ്റിലുമാകാം.
പക്ഷെ പ്രകാശം നമ്മൾ അതിനേക്കാൾ ശക്തിയുള്ള മനുഷ്യരായി രൂപപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കാം. ആമേൻ.